ഇനി യസീദ് ബിൻ അബ്ദുൽ മലിക്കിന്റെ ഭരണം. ഒരിക്കൽ ഉമർ ബിൻ വലിയത് വന്നിട്ട് പുതിയ ഖലീഫയോട് ഒരു സ്വകാര്യം പറഞ്ഞു. മുൻ അമീറിന്റെ വീട്ടിൽ വലിയ 2 റൂമുകൾ നിറയെ രത്നങ്ങളാണ്. അവ അടച്ചു പൂട്ടിയിട്ടിരിക്കുകയാണ്. യസീദ് സഹോദരിയും ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ ഭാര്യയുമായ ഫാത്തിമയുടെ അടുത്തേക്ക് ആളെ വിട്ടു. ഉമർ 2 റൂം നിറയെ വിലപിടിച്ച രത്നങ്ങളും മുത്തുകളും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. ഫാത്തിമ ഈ കത്തിന് മറുപടി എഴുതി: പൊന്നു സഹോദര, മുൻ ഖലീഫ നൂലും നാരും ബാക്കി വെച്ച് പോയിട്ടില്ല. ഞാൻ ഈ കൊടുത്തയക്കുന്ന കെട്ടിലുള്ളത് മാത്രമാണ് അദ്ദേഹം ബാക്കി വെച്ചിട്ടുള്ളത്. ഫാത്തിമ കൊടുത്തുവിട്ട കെട്ട് തുറന്നു. അതിൽ കഷ്ണം വെച്ച ഒരു കുട്ടിക്കമീസും പൊടി പുരണ്ട ഒരു തട്ടവും, പിന്നെ ഉൾവശം കീറിപ്പറിയാനായ ഒരു പരുത്തി ജുബ. ഇത് കണ്ട് യസീദ് വീണ്ടും എഴുത്തു കൊടുത്തുവിട്ടു: ഇതിനെ പറ്റിയല്ല ഞാൻ ചോദിക്കുന്നത്, ആ 2 റൂമുകളിൽ പൂട്ടിവെച്ചിരിക്കുന്നതിനെ പറ്റിയാകുന്നു. അതിന് ബീബിയുടെ മറുപടി ഇങ്ങനെ: അള്ളാഹുവാണേ, അദ്ദേഹം ഖലീഫ ആയ അന്നു മുതൽ ഞാൻ ആ 2 മുറികളും കടന്നു നോക്കാറില്ല. ഇതാ ആ മുറികളുടെ താക്കോൽ, താങ്കൾ തന്നെ തുറന്നു അതിനകത്തുള്ളത് പൊതുഖജനാവിലേക്ക് മാറ്റിക്കൊള്ളൂ. പ്രതീക്ഷയോടെ യസീദും ഉമർ ബിൻ വലീദും പുറപ്പെട്ടു. മുൻ ഖലീഫയുടെ വീട്ടിലെത്തി. ആദ്യ മുറി തുറന്നു. അതിനകത്ത് ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത്: ഒരു തോൽ കസേര, അതിനരികിലായി വിരിച്ചിട്ട 4 ചുടുകട്ടകൾ, പിന്നെ വെള്ളം ചൂടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചെമ്പ് പാത്രം. ഇത് കണ്ടതോടെ ഉമർ ബിൻ വലീദ് ജാള്യനും ഖിന്നനുമായി പറഞ്ഞു: അള്ളാഹുവേ മാപ്പ്. അത് കഴിഞ്ഞ് 2ാമത്തെ മുറി തുറന്നു. അതിനകത്ത് കല്ലുകൾ പരത്തി വെച്ചുണ്ടാക്കിയ ഒരു മസ്ജിദ്, അഥവാ നിസ്കരിക്കാൻ ഒരു സ്ഥലം സൗകര്യപ്പെടുത്തിയിരിക്കുന്നു. ഒരു കയർ കെട്ടിത്തൂക്കി ഇരിക്കുന്നു. ആ കയറിൽ ഒരാളുടെ ഉടലിന് പാകമാകുന്ന വിധം ഒരു കെട്ടുണ്ട്. അതൊന്നുകിൽ ആരാധന ചെയ്ത് ക്ഷീണം തോന്നുമ്പോൾ ശരീരം ബന്ധിക്കാനാകും, വീഴാതെ നിൽക്കാലോ. തൂങ്ങി ഉറങ്ങുമ്പോഴും ഇതൊരു പ്രതിവിധിയായി ഉപയോഗിച്ചിരിക്കണം. ഖലീഫ ഒരുപാട് നിന്ന് നിസ്കരിക്കുമ്പോൾ ഖലീഫ ഉമർ ബിൻ അബ്ദുൽ അസീസിന് ഉറക്കം വരുമ്പോൾ തൻ്റെ അരക്ക് ആ കയർ കൊണ്ട് കെട്ടിയിട്ട് നിസ്കരിക്കുമായിരുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. റൂമിന്റെ മൂലയിൽ പൂട്ടിയിട്ട ഒരു പെട്ടി കണ്ടു. അത് തുറന്ന് അതിനകത്ത് ചെറിയ ഒരു ബാഗ് ഇരിക്കുന്നു. ബാഗ് തുറന്നപ്പോൾ ഒരു പൈജാമയും ചുപ്പയുമായിരുന്നു. കട്ടിയുള്ള രോമത്തുണിയിൽ നെയ്തതായിരുന്നു അവ. ഇത് കണ്ടതോടെ പുതിയ ഖലീഫ പൊട്ടിക്കരഞ്ഞു പോയി. ഫാത്തിമ ആങ്ങളെ സാന്ത്വനിപ്പിച്ചു: കരയണ്ട, നിനക്കല്ലാഹു കരുണ ചൊരിയട്ടെ. അദ്ദേഹം പരസ്യവും രഹസ്യവും പരിശുദ്ധിയോടെ കൊണ്ടുപോയിരുന്ന ഒരാളായിരുന്നു. ഉമർ ബിൻ വലീദിന് ഈ സംഭവം സഹിക്കാനായില്ല. ആ മുറിയിൽ നിന്നിറങ്ങി അയാൾ പറഞ്ഞുകൊണ്ടേയിരുന്നു: അള്ളാഹുവേ, എന്നോട് പൊറുക്കണേ. എന്നോടാരോ പറഞ്ഞത് ഞാൻ ചിന്തിക്കാതെ ഏറ്റുപറഞ്ഞു പോയി. അബ്ദുറഹ്മാൻ ഖാസിം മുഹമ്മദ് അബീബക്കർ സിദ്ദീഖിനോട് മൻസൂർ എന്ന സാത്വികൻ ഒരിക്കൽ പറഞ്ഞു അത്രേ: നിങ്ങൾ എന്നെ ഒന്ന് ഉപദേശിച്ചാലും. അതിന് അബ്ദുറഹ്മാന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ഉമർ ബിൻ അബ്ദുൽ അസീസിനെ ഓർമ്മയുണ്ടോ? അദ്ദേഹം മരിക്കുമ്പോൾ 10 മക്കളെ ബാക്കി വെച്ചാണ് പോയത്. അനന്തര സ്വത്തായി ഉള്ളത് 12 ദീനാർ. അതിൽ 5 ദീനാർ കഫം പുടവ വാങ്ങുന്നതിന് ചെലവായി. ഖബറിന് 2 ദീനാറും. ബാക്കി വന്നതാണ് മക്കൾക്ക് വീതിച്ചു നൽകിയത്. എന്നാൽ ഇഷാം ബിൻ അബ്ദുൽ മലിക് മരിക്കുന്നത് 11 മക്കളെ ബാക്കി വെച്ചായിരുന്നു. അവരിൽ ഓരോ മക്കൾക്കും കിട്ടിയ അനന്തര സ്വത്ത് 10 ലക്ഷം സ്വർണ്ണ നാണയമായിരുന്നു. എല്ലാ വെള്ളിയാഴ്ചയും മക്കൾക്ക് ഖുർആൻ പഠിപ്പിച്ചിരുന്നു ഉമർ ബിൻ അബ്ദുൽ അസീസ്. എല്ലാവരെ കൊണ്ടും ഓതിപ്പിക്കും. മറ്റു ജനങ്ങൾ പഠിപ്പിക്കുന്നതിന് കുട്ടികളെ പ്രാപ്തരാക്കുകയായിരുന്നു അദ്ദേഹം. ഒരിക്കൽ മകൻ അബ്ദുള്ള വന്ന് തനിക്കൊരു ജോഡി വസ്ത്രം വാങ്ങിത്തരണമെന്ന് പറഞ്ഞു. അന്ന് ഖലീഫ പദവിയിലുള്ള കാലമാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ്. അവനെ ഖിയാർ എന്ന വസ്ത്ര വ്യാപാരിയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. നീ ഖിയാറിനെ കണ്ട് പറ്റിയ ഒരു വസ്ത്രം വാങ്ങിക്കോ. അബ്ദുള്ള പോയി ഖിയാറിനെ കണ്ടു. അവിടെയുള്ള ഒരു വസ്ത്രവും അബ്ദുള്ളക്ക് പിടിച്ചില്ല. മടങ്ങി വന്ന് അബ്ദുള്ള പറഞ്ഞു: ഉപ്പ, ഞാൻ വസ്ത്രം വേണമെന്ന് പറഞ്ഞിട്ട് ഉപ്പ എന്നെ ഖിയാറിന്റെ അടുത്തേക്ക് വിട്ടു. അദ്ദേഹത്തിന്റെ അടുത്ത് എനിക്ക് പറ്റിയ ഒരു മോഡലുമില്ല. നമ്മളൊന്നും ധരിക്കുന്ന ഐറ്റം തന്നെയല്ല അത്. അതെയോ മോനെ? അതെ, നമുക്ക് വാങ്ങാൻ വകയുള്ളൂ മോനെ, അത് മാത്രമേ നമുക്ക് വാങ്ങാൻ വകയുള്ളൂ. ഇങ്ങനെയായിരുന്നു ഖലീഫയുടെ പ്രതികരണം. അബ്ദുള്ള ഇത് കേട്ട് നിരാശയോടെ പോരാൻ നോക്കുമ്പോൾ സ്നേഹധന്യനായ ആ പിതാവ് മകനെ അടുത്ത് വിളിച്ചു പറഞ്ഞു: മോനെ, നിനക്ക് ഞാൻ 100 ദിർഹം കടം തരാം. ഔദ്യോഗികമായി വല്ലതും കിട്ടുമ്പോൾ നീ അത് വീട്ടിയാൽ മതി. ശരി വാപ്പ, അങ്ങനെ മതി. എങ്കിൽ എനിക്കിഷ്ടപ്പെട്ട തുണിത്തരങ്ങൾ വാങ്ങാമല്ലോ. അങ്ങനെ 100 ദിനാർ വായ്പ നൽകി സ്വന്തം മകന്. പിൽക്കാലത്ത് മകന് കാശ് ഒത്തു കിട്ടിയപ്പോൾ വായ്പ തുക തിരികെ വാങ്ങുകയും ചെയ്തു.
മക്കളെ സ്വയം പര്യാപ്തത പഠിപ്പിക്കുകയായിരുന്നു ഖലീഫ. മകൾ ഒരിക്കൽ ഒരു രത്നം കൊടുത്തയച്ചു പറഞ്ഞു, ഇത് എൻ്റെ ചെവിയിൽ അണിയിച്ചു തരാൻ ഒരു പരിചാരകയെ പറഞ്ഞേക്കണം. അത് കിട്ടിയ ഉടനെ 2 തീക്കനലുകൾ കൊടുത്തുവിട്ട് ബാപ്പ ഇങ്ങനെ പറയുക കൂടി ചെയ്തു, ശരി, നിന്റെ കാതുകളിൽ ഈ കനലുകൾ അണിയിക്കാൻ പറ്റുമെങ്കിൽ അണിയിക്കൂ, ഞാനൊരു പരിചാരകയെ വിടാം. മകനൊരു മോതിരമുണ്ടാക്കി അതിനുമേൽ 1000 ദിർഹമിന്റെ ഒരു പറ്റ് വെച്ചിട്ടുണ്ടെന്നറിഞ്ഞ് അവന് ഇങ്ങനെ ഒരു കത്തയച്ചു ഖലീഫ, മോനെ, നീ 1000 ദിർഹമിന് ഒരു മോതിരപ്പറ്റ് വാങ്ങിയതായി ഞാൻ അറിഞ്ഞു. നീ ഒരു കാര്യം ചെയ്യും, അത് വിറ്റിട്ട് 1000 പട്ടിണിക്കാർക്ക് അന്നം നൽകൂ. ഒരു ചൈനീസ് ഇരുമ്പ് മോതിരം വാങ്ങി അണിഞ്ഞോളൂ. അതിനു മുകളിൽ സ്വന്തം നില മനസ്സിലാക്കുന്നവനാണ് ദൈവകൃപ എന്ന് പറ്റുമെങ്കിൽ കൊത്തിവെച്ചോളൂ. ഒരു മകൻ ഒരു വിവാഹം കൂടി വേണമെന്ന്, അതിന് മഹർ ബൈത്തുൽമാലിൽ നിന്നും കിട്ടണമെന്നും ഒരു അപേക്ഷ ഉപ്പക്കയച്ചു. കത്ത് വായിച്ച ഖലീഫ ഉപ്പ മറുകുറി എഴുതി, നിന്റെ കത്ത് കിട്ടി. ബൈത്തുൽമാലിൽ നിന്നും പണമെടുത്ത് സഹപത്നിമാരെ ഞാൻ ഉണ്ടാക്കി തരണമെന്നാണ് നീ പറഞ്ഞിരിക്കുന്നത്. പല മുസ്ലിം ചെറുപ്പക്കാരും ഒരു പെണ്ണ് തന്നെ കെട്ടാൻ ഗതിയില്ലാതെ നടക്കുമ്പോഴാണ് നിന്റെ ഒരാവശ്യം. നിനക്ക് അത്ര താല്പര്യമാണെങ്കിൽ നമ്മുടെ കുറെ സാധനങ്ങളും ചെമ്പുലോഹങ്ങളും ഒക്കെ അവിടെ കാണും. അതൊക്കെ പെറുക്കി വിറ്റ് നീ എന്താ വിചാരിക്കുന്നത് അതുപോലെ ചെയ്തു. രാത്രിയിലെ ഇശാ നിസ്കാരം കഴിഞ്ഞാൽ പെൺമക്കളെ ചെന്ന് കാണുക ഖലീഫക്ക് ഉമർ ബിൻ അബ്ദുൽ അസീസിന് പതിവായിരുന്നു. അവർക്ക് സലാം പറഞ്ഞ് കുശലാന്വേഷണം നടത്തി തിരിച്ചു പോരും. ഒരു ദിവസം അവരെ കാണാൻ ചെന്നപ്പോൾ അവർ വായ പൊത്തി പിടിച്ചിരിക്കുന്നു. ഒന്നും മനസ്സിലായില്ല. പരിചാരികയോട് ചോദിച്ചു, എന്താണ് ഇവർ എല്ലാവരും വായ പൊത്തി പിടിച്ചിരിക്കുന്നത്? അവർ പറഞ്ഞു, ഇവർക്ക് രാത്രി വിശപ്പടക്കാൻ കിട്ടിയത് പയറും ഉള്ളിയുമാണ്, അതാണ് ഇവർ തിന്നത്. വായ തുറന്നാൽ അത് വാസനിക്കുമെന്ന് കരുതി പൊത്തിപ്പിടിച്ചിരിക്കുകയാണ്. ഇത് കേട്ട് ആ പിതാവ് പൊട്ടിക്കരഞ്ഞു. പിതാവ് പറഞ്ഞു, പൊന്നുമക്കളെ, നിങ്ങൾക്ക് സ്വാദിഷ്ടമായ ഭോജ്യങ്ങൾ ഒരു ഗുണവും ചെയ്യില്ല. നിങ്ങൾ അങ്ങനെ മോഹിച്ച് നിങ്ങളുടെ പിതാവിനെ നരകത്തിന് മുകളിലൂടെ നടത്തിക്കരുതേ. ആ പെൺകുട്ടികളൊക്കെ അത് കേട്ട് പൊട്ടിക്കരഞ്ഞു. ഇങ്ങനെയൊക്കെയായിരുന്നു ഖലീഫ ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെയും കുടുംബത്തിന്റെയും ജീവിതം. അവരുടെ ചരിത്രം നിവർത്തിവെക്കപ്പെട്ട പുസ്തകം പോലെ വ്യക്തമായ ഒന്നാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ മാതൃകായോഗ്യമായ ജീവിതം വിശ്വാസികൾക്കും നന്നാവാൻ ആഗ്രഹിക്കുന്ന, നല്ല ഭരണം നടത്താൻ ആഗ്രഹിക്കുന്ന ഭരണാധികാരികൾക്കും പിൻപറ്റാൻ പറ്റുന്ന രൂപത്തിൽ ഒരു മലയാളി കവി അതിനെ ഒരു സുന്ദരമായ ഗാനമാക്കി കോർത്തിണക്കിയിട്ടുണ്ട്. നമുക്കൊക്കെ പരിചയമുണ്ട്. ആ പാട്ട് കേൾക്കാത്തവരുണ്ടാവില്ല. ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ ജീവിതത്തിലെ സംഭവങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ആ ഗാനം വളരെ സുന്ദരമായൊരു ഗാനമാണ്. നിർഭാഗ്യവശാൽ കല്യാണപ്പന്തലിലെ പൈങ്കിളിപ്പാട്ടായിട്ട് അതിന്ന് മാറിയിട്ടുണ്ട്. പല ആളുകളും അതിനെ കാണുന്നത് അങ്ങനെയാണ്. പല കുട്ടികൾക്കും സ്ത്രീകൾക്കും അതിന്റെ യഥാർത്ഥ അവസ്ഥ, ചരിത്രം അറിയില്ല. ആ ചരിത്ര പുരുഷനെ സ്മരിക്കുകയാണ് എന്ന് പോലും അറിയില്ല എന്നുള്ളതാണ്. അത് കേൾക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പൈശാചിക ബാധ ഏറ്റതുപോലെ ആടാനും പാടാനും ഒക്കെ തുടങ്ങുകയാണ് ചിലർ. അതിനെക്കുറിച്ച് യാതൊന്നും അറിയാത്ത ആൾ. നമുക്കൊക്കെ അറിയാം, ഉണ്ടു സഖി ഒരു കുല മുന്തിരി എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണത്. ആ പാട്ടിന്റെ ഓരോ വരികളും അർത്ഥവത്തായ ഒന്നാണ്. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ പരിശുദ്ധമായ ജീവിതം ഒന്നായിട്ട് പിന്നെ ആ കവി പാട്ടുകാരൻ അതില് വളരെ ഭംഗിയായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. ഉണ്ടു സഖി ഒരു കുല മുന്തിരി വാങ്ങിടുവാനായി കൈ നാലണ കയ്യിൽ ഉണ്ടു പ്രിയെ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് നമുക്കറിയാം, എല്ലാ അർത്ഥത്തിലും സുഖാഡംബരങ്ങളിൽ ജീവിച്ച് അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ ചെറിയൊരു ഭരണാധികാരിയായിരുന്ന സമയത്ത്, മദീനയുടെ ഭരണാധികാരി, മറ്റും ഓരോ പ്രവിശ്യയുടെ ഭരണാധികാരിയായ സമയത്ത് വളരെ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ ധരിച്ചു എന്നൊക്കെ ഈ കഥയിൽ തന്നെ നമ്മൾ കേട്ട് കഴിഞ്ഞതാണ്. പിന്നീട് അദ്ദേഹം ഖലീഫയായി മാറിയപ്പോൾ അദ്ദേഹത്തിനുണ്ടായ മാറ്റം, അതൊക്കെയാണ് ആ പാട്ടിലൂടെ കവി കോർത്തിണക്കിയിരിക്കുന്നത്. അതിൽ വളരെ മനോഹരമായിട്ട് തന്നെ കവി പറയുകയാണ്, ഉണ്ടു സഖി ഒരു കുല മുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ ഉണ്ട് പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. അദ്ദേഹം പത്നിയോട് മുന്തിരി തിന്നാൻ ആഗ്രഹം ഉണ്ടായപ്പോൾ പറയുകയാണ്, എന്തെങ്കിലും ഉണ്ടോ കയ്യില് ഒരു മുന്തിരി വാങ്ങാൻ? അപ്പൊ പത്നിന്റെ കയ്യിൽ അത്രയും കാശില്ലല്ലോ. നമ്മൾ നേരത്തെ വായിച്ചതാണ്, അറിഞ്ഞതാണ്, കേട്ടതാണ്. പത്നിയുടെ മാല പോലും അദ്ദേഹം പൊതുഖജനാവിലേക്ക് മേടിച്ചു വെച്ചു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പത്നി പറയുകയാണ്, അങ്ങാരെ
എന്നറിയില്ലേ, അങ്ങീ നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വെറും നാലണയില്ല യാചകനായെന്നോ. ഈ നാട്ടിലെ ഖലീഫയായി എല്ലാ സമ്പത്തിന്റെയും ഉടമയായി ആളുകൾ ഗണിക്കുന്ന നിങ്ങൾക്ക് ഒരു മുന്തിരി വാങ്ങാനുള്ള ഒരു കാശ് പോലും ഇല്ലേ എന്നാണ്. അപ്പോൾ ഖലീഫ മറുപടി പറയുകയാണ്, പ്രാണസഖി നന്നായി അറിയാം ഞാൻ ഈ നാട്ടിലമീറാണെന്ന്, എന്നാലും എന്റേതായൊരു ദൃഹമുമില്ല പ്രിയേ. ഉണ്ടു സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ, ഉണ്ട് പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഖലീഫക്ക് തോന്നിയ ഒരു പൂതി. നമ്മൾ നേരത്തെ എപ്പിസോഡിൽ പറഞ്ഞു, ഒരു ആപ്പിൾ ഒരാൾ കൊണ്ടുവന്ന് കൊടുത്തപ്പോ ആ ആപ്പിൾ തിന്നാൻ പിന്നീട് അദ്ദേഹം തുനിഞ്ഞില്ല. അതെങ്ങാനും തിന്നു കഴിഞ്ഞാൽ തന്റെ അവസ്ഥ എന്താവും പാരത്രിക ലോകത്ത് എന്ന് എഴുതിയിട്ട് അത് മണത്തിട്ട് അത് തിരിച്ചു കൊടുക്കുന്ന ഒരു ഖലീഫയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള ഖലീഫയുടെ വളരെ സുന്ദരമായ ഒരു കഥയാണ് ഈ പാട്ടാക്കി മാറ്റിയിരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ഒരു പൈങ്കിളി പാട്ടാക്കി മാറ്റിയിരിക്കുന്നത്. ഉമറുബിനുൽ അബ്ദുൽ അസീസും സഹധർമ്മിണിയാം ഫാത്തിമ തന്നിൽ ഉണ്ടായ സംഭാഷണമാം ഒന്നിതു കേട്ടിടുവീൻ. അമവിയ രാജകുമാരൻ സുഖലോലുപനാം ഇബ്നുൽ ലദീസും അധികാരം കൈവന്നപ്പോൾ ഫക്കീറായി മാറി. ഉണ്ടു സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ, ഉണ്ട് പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. ഒരു കിഴവി അവരുടെ വീട് പുനർനിർമ്മാണം ചെയ്യാനായി ഒരു ദിവസം ഉമറിൻ വീട്ടിൽ വന്നവർ ചൊല്ലുകയായി. നാട്ടിലെ താൻ ഭരിക്കുന്ന നാട്ടിലെ ഒരു വയസ്സായൊരു ഉമ്മ വീടിന് ചില അല്ലറ ചില്ലറ പണികളുണ്ട് എന്ന് പറഞ്ഞ് ഖലീഫയോട് ധനസഹായം ചോദിച്ചു വന്നതായിരുന്നു. ഖലീഫയുടെ വീട് എവിടെയും കാണുന്നില്ല. ഒരു വലിയ വീട് പ്രതീക്ഷിച്ചാണ് ആ സ്ത്രീ വന്നത്. അവിടെ ഒരുപാട് ചെറിയ വീടുകൾ, കൂട്ടത്തിൽ ഏറ്റവും ചെറിയ വീടൊക്കെയാണ് അവിടെ കാണുന്നത്. ആ ഏറ്റവും ചെറിയ വീടിന്റെ മുമ്പിൽ ഒരു സ്ത്രീയെ കണ്ടു. ആ സ്ത്രീയോട് ചോദിച്ചു, ഖലീഫയുടെ വീട് എവിടെയാണ്? അപ്പൊ ആ സ്ത്രീ, കയറിയിരിക്കൂ, ഇത് തന്നെയാണ് ഖലീഫയുടെ വീട് എന്ന് പറയുകയാണ്. അപ്പോൾ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് നേരത്തെ ഭരണാധികാരികൾ ഉപയോഗിച്ചിരുന്ന കൊട്ടാരമൊന്നും ഉപയോഗിക്കാതെ ഒരു ചെറിയ കുടിലായിരുന്നു ഭാര്യയോടൊപ്പം ജീവിച്ചിരുന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ ആ കേവിയായ ആ സ്ത്രീക്ക്, ആ വല്യമ്മക്ക് അത് മനസ്സിലായില്ല. അവർ ചോദിക്കുകയാണ്, ഒരു കാര്യം ചൊല്ലോ പെണ്ണെ, ഉമർ ഖലീഫ താമസമെവിടെ? ഒരു കാര്യം അവരോടോതാൻ തങ്ങളുടെ വീടെവിടെ? ഖലീഫന്റെ വീട് എവിടെ പറഞ്ഞത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഖലീഫന്റെ ഭാര്യയോടായി സ്ത്രീ പറയുന്നത്. ആ ഉമ്മക്ക് അറിയില്ലല്ലോ, വല്യമ്മക്ക് അറിയില്ല ഇത് ഖലീഫയുടെ ഭാര്യയാണ്, ഇത് ഖലീഫയുടെ വീടാണ്. അവർക്ക് വിശ്വാസം വരുന്നില്ല. ഇത് കേട്ട് പുഞ്ചിരിയോടെ ഫാത്തിമ ചൊല്ലി, നിങ്ങളിരിക്കൂ, ഇതു തന്നെ അവരുടെ വീട്, കാര്യം ചൊല്ലിടുവീൻ. നിങ്ങൾ അന്വേഷിച്ച് വന്ന ഖലീഫയുടെ വീടിനാണിത്, നിങ്ങൾ കയറിയിരിക്കുക എന്ന് പറയുകയാണ്. അപ്പോഴും അവർക്ക് വിശ്വാസം വരുന്നില്ല. അപ്പോൾ അവരോട് ചോദിക്കുകയാണ്, ഈ കൂര ഉമർ ഖലീഫ തങ്ങളുടെ തോ സുബ്ഹാനല്ലാ, ഇതുപോലെ വേറൊരു കുടിലും ഈ നാട്ടിലുമില്ലല്ലാ. ഉണ്ടു സഖി ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ, ഉണ്ട് പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. വന്ന ആ ഉമ്മക്ക്, ആ സ്ത്രീക്ക് വിശ്വസിക്കാനാകുന്നില്ല. ഇങ്ങനെ ഈ ലോകത്തിലെ എല്ലാ സുഖങ്ങളും ത്യജിച്ച്, ഹലാലായ സുഖമാണെങ്കിൽ പോലും അതൊക്കെ ത്യജിച്ചുകൊണ്ട് ഒരു നല്ല അഞ്ചാം ഖലീഫ, അഞ്ചാമത്തെ ഒരു ഖുലഫാഉർ റാഷിദീൻ അഞ്ചാമനുണ്ടെങ്കിൽ അഞ്ചാം ഖലീഫ എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ട മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ ജീവിതം, ആ ജീവിതത്തിലെ
ജനങ്ങളെ സ്മരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് പാരത്രിക ലോകത്തെ ചിന്തിക്കാൻ ഉപകരിക്കുന്ന ഒരു മഹത്തായ പാട്ടിനെ ഇന്ന് പൈങ്കിളിപ്പാട്ടാക്കിയിട്ട് ആടാനും പാടാനും കല്യാണ വീട്ടിലും ആണും പെണ്ണും ഒരുമിച്ച് ഡാൻസ് കളിക്കുന്ന പാട്ടായി പൈങ്കിളിപ്പാട്ടായി അതപ്പതിച്ചിരിക്കുന്നു. ഈ ഒരു എപ്പിസോഡിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും ഉമർ അബ്ദുൽ അസീസിന്റെ ഒരു ജീവിതം. ആ ജീവിതം ഏതൊരു മനുഷ്യനെയും ഏതൊരു അമുസ്ലിമിനെ പോലും നല്ല ജീവിതത്തിലേക്ക് എത്തിക്കുകയും അതിലൂടെ പാരത്രിക മോശം കരസ്ഥമാക്കാൻ ഉതകുന്ന രൂപത്തിലേക്ക് അദ്ദേഹത്തെ ജീവിതം മാറ്റിമറിക്കുകയും ചെയ്യുന്ന ഒരു വലിയ മഹാമനീഷിയാണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. അദ്ദേഹത്തിന്റെ കഥയാണ് നമ്മൾ കേട്ടതും ഈ പാട്ടിലൂടെ അറിഞ്ഞതുമൊക്കെ.